കരഞ്ഞുകൊണ്ട് മാത്രം കാണാൻ കഴിഞ്ഞൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ല. അത്രമാത്രം ഹൃദയവേദനയോടുകൂടിയാണ് ഈ വീഡിയോ നമ്മൾ ഓരോരുത്തരും കാണുക എന്നെനിക്ക് തീർച്ചയാണ്. 2 വയസ്സായൊരു പൊന്നുമോൻ, ജീവിതത്തിൻ്റെ ഒന്നും അറിയാത്ത ബാല്യം, തൻ്റെ മാതാവും പിതാവും ഡൈവേഴ്സ് ലെറ്ററുമായിട്ട് കോടതി വരാന്തയിൽ നിൽക്കുകയാണ്. അച്ഛനും അമ്മയും ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ 2 വഴിക്ക് പോവുകയാണ്. അപ്പോൾ കോടതി വിധി പ്രകാരം അമ്മയുടെ കൂടെയാണ് ഈ മോനെ പറഞ്ഞയക്കുന്നത്. ആ സാഹചര്യത്തിലാണ് 2 വയസ്സായ എട്ടും പൊട്ടും തിരിയാത്ത പൊന്നുമോൻ തൻ്റെ അച്ഛനെ ചേർത്ത് പിടിച്ച് വാരിപ്പുണർന്ന് ആർത്തട്ടഹസിക്കുന്നുണ്ട്. കുഞ്ഞു ബാല്യത്തിൻ്റെ നിഷ്കളങ്കമായ ഹൃദയം പിടക്കുന്ന രംഗമല്ലേ നാം കാണുന്നത്. അവൻ എന്ത് പിഴച്ചു? ആ അമ്മയും അച്ഛനും 2 വഴിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ ആയിരുന്നാലും അമ്മയുടെ കൂടെ അവൻ പോയിരുന്നാലും ഒരാൾ അവനെ മിസ്സാവും എന്നുള്ളത് തീർച്ചയല്ലേ. ഇങ്ങനെ എത്ര ബാല്യങ്ങൾ ഓരോ ഡൈവേഴ്സ് കേസുകളിലും നമ്മളെ പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ജീവിതം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അറിഞ്ഞ് അതിനുശേഷം മാത്രം തുടരുമ്പോൾ വിശ്വാസ്യതയും പരസ്പര ധാരണയും തെറ്റിക്കാതെ മുന്നോട്ട് പോവുക. ഒരുമിച്ച് ഒന്നിച്ച് പരസ്പര വിട്ടുവീഴ്ചയോടുകൂടി മാത്രം മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ നമ്മുടെ കുടുംബജീവിതം രക്ഷപ്പെടുത്താൻ സാധിക്കും. സ്കൂളുകളിൽ നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഉമ്മയും ഉപ്പയും സെപ്പറേറ്റ് ആയിട്ടുള്ള കുട്ടികളെ. അവരുടെയൊക്കെ വർത്തമാനങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്നൊരു ഹൃദയവേദകമായിരിക്കുന്ന വികാരങ്ങളുണ്ട്, ഹൃദയവേദനകൾ അവർ പറയുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്. കേരളത്തിൻ്റെ അനൗദ്യോഗിക കണക്ക് പ്രകാരം 75 ഡൈവേഴ്സ് ഹർജികളാണ് ദിവസേന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള. ഓരോ ഡൈവേഴ്സുകളും 1000 കണ്ണുനീരിൻ്റെ കഥ പറയാനുണ്ടാവും. അതുകൊണ്ട് തന്നെ മാക്സിമം അടുത്തറിഞ്ഞ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടുകൂടി മുന്നോട്ട് പോകാൻ ഓരോ കുടുംബത്തിനും സാധിക്കട്ടെ. ഒരു മക്കളും ജീവിച്ചിരിക്കാൻ അനാഥരാകേണ്ടി വരുന്ന ഒരവസ്ഥ, സെപ്പറേറ്റഡ് ആവേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന്